ശരി, കുടുംബത്തിന് KCB നൽകുന്ന 5 ലക്ഷം രൂപയുടെ ധനസഹായം അതിപ്പോൾ കൈമാറിയിട്ടുണ്ട്. KCBയുടെ ഗുരുതരമായ വീഴ്ച ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചു എന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം കെ കൃഷ്ണൻകുട്ടിയെ പറ്റിയാണ്. അദ്ദേഹം ന്യായീകരിക്കാനൊന്നും ശ്രമിക്കാതെ കുറ്റസമ്മതം നടത്തുക മാത്രമല്ല ഉദ്യോഗസ്ഥരെ തിരുത്തുമെന്നുള്ള കാര്യവും അദ്ദേഹം അറിയിച്ചിരുന്നു. സാറ് പ്രഖ്യാപിച്ച ധനസഹായമായ 5 ലക്ഷം രൂപയാണ് ഇന്ന് മിഥുൻ്റെ വീട്ടുകാർക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിന് ബാക്കി നിയമപരമായി കൊടുക്കാനുള്ള മറ്റ് സഹായങ്ങളെല്ലാം തന്നെ സർക്കാർ നൽകുന്നതായിരിക്കും. ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമെല്ലാം ഉടനെ തന്നെ ചെയ്യുന്നത്. സംഭവിച്ചതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഇന്നിപ്പോൾ ബാലാവകാശ കമ്മീഷൻ വന്നിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടും നമ്മളല്ലാതെ തന്നെ ഈ ലൈൻ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് തന്നെ പ്രവൃത്തികൾ തുടങ്ങുന്നതാണ്. ശരി, KCBയുടെ ധനസഹായം 5 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ഇപ്പോൾ മിഥുൻ്റെ കുടുംബത്തിന് കൈമാറിയത്. ഒരു തരത്തിലും ഇതൊരു പകരം വയ്ക്കാവുന്ന ഒരു സഹായമോ ഒന്നുമല്ല. ഒരു മനുഷ്യജീവൻ നമുക്ക് പകരം നൽകാൻ ഒന്നും കഴിയില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ അക്ഷയ പറഞ്ഞ പോലെ മന്ത്രി അത് ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ കുട്ടി വലിഞ്ഞു കയറിയതല്ലേ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്ത് കയറി കളിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം KCBയുടെ ഭാഗത്തുനിന്ന് അവിടുത്തെ ആ ലൈൻ അപകടകരമായ നിലയിൽ തുടരാൻ കാരണം KCBയുടെ വീഴ്ചയാണെന്ന് മന്ത്രി ആദ്യമേ സമ്മതിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഉചിതമായ നടപടി എന്ന നിലയ്ക്ക് 5 ലക്ഷം രൂപയുടെ ധനസഹായം അവിടെ കൈമാറുന്നുണ്ട്. അപ്പോൾ മന്ത്രിമാർ രണ്ടുപേരും നേരത്തെ എത്തിയിരുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞ കണ്ണനായരുടെ കണ്ണൻ. ഇന്ന് വേറെ ആരെങ്കിലും അങ്ങോട്ടേക്ക് മിഥുൻ്റെ വീട് സന്ദർശിക്കാൻ ഇനി എത്തുന്നുണ്ടോ? ഈ മന്ത്രിമാരുടെയൊക്കെ സന്ദർശനത്തിൽ അവിടുത്തെ നാട്ടുകാരും അവരുടെ വാക്കുകളിലൊക്കെ തൃപ്തരാണോ? പകരം വെക്കാനാകാത്തൊരു വിടവാണ് മിഥുന്റെ മരണത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അടിയന്തരമായി ആ കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അടിയന്തരമായി അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി സംസ്കാര ചടങ്ങുകളും മറ്റു ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ട്. ആ കാര്യം ചെയ്യാൻ വേണ്ടി 3 ലക്ഷം രൂപ അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് അനുവദിക്കുന്നു. ഒപ്പം തന്നെ KCB ഇന്നലെ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ഇന്ന് കൈമാറുന്ന അല്പത്രയും അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ചേരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ മറ്റുള്ള സഹായങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ. ഇപ്പോൾ മന്ത്രി പറഞ്ഞ ഒരു വാക്ക്, നമ്മുടെ മകനാണ് ഇത്, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യമാണ്. അത് നമ്മുടെ കുടുംബം എന്ന രീതിയിൽ ബാക്കി ഇതിന്റെ അച്ഛൻ മനുവിനെയും അമ്മയും സിജിയും അടക്കമുള്ള ആൾക്കാരെ കാണേണ്ട, സഹോദരൻ സിജിയെ അടക്കം കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള നടപടികൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതിനാണ് അദ്ദേഹം പറഞ്ഞത്. ജനങ്ങൾ പറയുന്നത് അമ്മ വിദേശത്തേക്ക് പോയത് ആ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ്. അമ്മ വിദേശത്തേക്ക് പോയി സമയത്താണ് കുഞ്ഞിന്റെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ആ വിദേശത്തേക്ക് പോയി ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വീടിന്റെ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുമോ എന്നൊന്നും കരുതാനാകില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ഒരു സഹായം എന്നുള്ള നിലയിൽ, ആ കുടുംബത്തിന്റെ സഹായം എന്നുള്ള നിലയിൽ ഒരു ജോലി നൽകണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ നമ്മൾ ആ സ്കൂളിന്റെ ഭാഗത്ത് നിൽക്കുമ്പോഴൊക്കെ തന്നെ പല ആൾക്കാരും നമ്മളോട് വ്യക്തിപരമായും അല്ലെങ്കിൽ അല്ലാതെയൊക്കെ തന്നെ പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. അക്കാര്യം മന്ത്രിസഭാ യോഗം അടക്കമുള്ള ചർച്ച ചെയ്യുക. കൂടുതൽ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിസഭാ യോഗമാണ് ചർച്ച ചെയ്യുക. ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ സ്കൂളിലേക്ക് എത്തി. CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഉന്നത CPM നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഈ തുടക്കത്തിൽ മാനേജ്മെന്റിലെ ചില ആൾക്കാർ നടത്തിയ ഒരു പ്രകടനങ്ങൾ, വ്യക്തിപരമായ പ്രകടനങ്ങളാണ്, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ വിഷയത്തെ ഇത്രത്തോളം ദോഷകരമാക്കിയത്, അല്ലെങ്കിൽ ഒരു സർക്കാരിനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലേക്ക് എത്തിച്ചതെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. വ്യക്തിപരമായ പല നേതാക്കന്മാരോടും മന്ത്രിമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഒക്കെ തന്നെ ആ ഒരു അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അപ്പൊ തന്നെ ഈ കുടുംബത്തെ